ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയെക്കുറിച്ചാണ്. ഗാർണർ ഈ ഒരു തിയറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പങ്കുവെച്ചത് അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള പുസ്തകത്തിലാണ്. ഈ 1983 ഈ ഒരു തിയറി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഏകദേശം 9ഓളം വ്യത്യസ്ത തരത്തിലുള്ള ഇൻ്റലിജൻസാണ് ഈ ഒരു തിയറിയിൽ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറയുന്നത് എല്ലാവരിലും ഈ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, അതിൻ്റെ തോതിൽ എന്തുണ്ടാവും, ഓരോ ആൾക്കാരിലും വ്യത്യാസമുണ്ടാവും, ഓരോ ഇൻ്റലിജൻസിൻ്റെയും തോത് ഓരോ ആൾക്കാരിലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നതാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അഥവാ ഭാഷാപരമായിട്ടുള്ള ഇൻ്റലിജൻസ്. ഈ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഷയെ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് കൂടുതലുള്ളവരായിരിക്കും. അവർ കമ്മ്യൂണിക്കേഷൻ ആകട്ടെ, എക്സ്പ്രഷൻ ആകട്ടെ, മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പോയറ്റ്സ്, അത് കവികൾ, എഴുത്തുകാർ, ജേർണലിസ്റ്റ്, പബ്ലിക് സ്പീക്കേഴ്സ് തുടങ്ങിയവരെല്ലാം. അടുത്ത രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നതാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അതായത് ഇത്തരം ആൾക്കാരിൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ കോംപ്ലക്സ് അബ്സ്ട്രാക്ട്സ് ഐഡിയാസ് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് യുക്തിപരമായിട്ട് ചിന്തിക്കാനും ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവ് ഇത്തരം ആൾക്കാരിൽ കൂടുതലായിരിക്കും. അതുപോലെ മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യക്ഷമമായിട്ട് ചെയ്യാനുള്ള ശേഷിയും ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പ്രധാനമായിട്ടും കാണുന്നത് സയൻറ്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻസ്, എൻജിനീയേഴ്സ് തുടങ്ങിയ ആൾക്കാരിലാണ്. അടുത്ത മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്. സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സങ്കല്പിക്കാനും അതിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂവിൽ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെയാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു ദൃശ്യപരമായിട്ട് കാണുന്ന സ്ഥലങ്ങളൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിഷ്വലൈസ്, ഇമാജിനേഷൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക. പ്രധാനമായിട്ടും ഇതിൽ വരുന്ന കൂടുതലായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് ആർക്കിടെക്ട്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, ആർട്ടിസ്റ്റ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അതുപോലെ പൈലറ്റ്സ്, അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ഒരു ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. അതായത് ശബ്ദങ്ങളും അതിൻ്റെ ട്യൂൺസും അതുപോലെ അതിൻ്റെ റിതംസും മ്യൂസിക്കൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാർക്കാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ശബ്ദങ്ങളെ വ്യത്യസ്ത തരത്തിൽ കമ്പോസ് ചെയ്യാനും വ്യത്യസ്ത തരത്തിൽ അത് കൊണ്ടുവരാനും അത് ഉപയോഗിക്കാനൊക്കെ ശേഷിയുള്ള ആൾക്കാരിലാണ് ഈ ഒരു ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക മ്യൂസിക് കമ്പോസേഴ്സ്, മ്യൂസീഷ്യൻസ്, കണ്ടക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാരിൽ, അത് മ്യൂസിക് ഗിറ്റാറൊക്കെ വായിക്കുന്ന, വ്യത്യസ്ത സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരിലൊക്കെ ഒരു ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അടുത്ത ഇൻ്റലിജൻസ് ആണ് ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ശരീരത്തെ ഭയങ്കര സ്കിൽഫുള്ളായിട്ട് ഉപയോഗിക്കാൻ ശേഷിയുള്ള ആൾക്കാരെയാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ളവരായിട്ട് പറയപ്പെടുന്നത്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിലോ ശരീരത്തെ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഇത്തരക്കാർക്ക് സാധിക്കും. ഉദാഹരണമായിട്ട് പറയുന്നതാണ് അത്ലറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ക്ഷമതയും ശരീരത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മുന്നേറാൻ വേണ്ടി പറ്റും. അതുപോലെ ഡാൻസേഴ്സ്, സർജൻസ്, ആക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാരിലൊക്കെ ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് കാണാൻ വേണ്ടി പറ്റും. ആറാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കി അവരുമായിട്ട് ഫലപ്രദമായിട്ട് ഇടപഴകാൻ ശേഷിയുള്ള അതിന് കഴിവുള്ള ആൾക്കാരെ, അതിനുള്ള ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരെയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക പൊളിറ്റീഷ്യൻസ്, ടീച്ചേഴ്സ്, സൈക്കോളജിസ്റ്റ്, മറ്റ് ലീഡേഴ്സിലൊക്കെയാണ് ഈ ഒരു ഇൻ്റലിജൻസ് കാണാൻ വേണ്ടി പറ്റുക. കാരണം മറ്റുള്ളവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയാൽ മാത്രമേ ഇത്തരം ആൾക്കാർക്ക് അതത് മേഖലയിൽ ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇത്തരം ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരായിരിക്കും
അധ്യാപകരായിട്ടും മറ്റു പൊളിറ്റീഷ്യൻസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തിളങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തം ഇമോഷൻസും മോട്ടിവേഷൻസിനെ കുറിച്ചുള്ള മനസ്സിലാക്കാനുള്ള കഴിവ്, അതായത് സ്വന്തം സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പോരായ്മകളും ഒക്കെ മനസ്സിലാക്കി അതിനെ മറികടന്ന് മുന്നേറാൻ ശേഷിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയും. അത് സെൽഫ് അവെയർനെസ് അതായത് സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശേഷി കൂടുതലുള്ള ആൾക്കാരെയാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളതായിട്ട് നമ്മൾ പറയാം. ഈ ഒരു ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക ഫിലോസഫേഴ്സ്, സൈക്കോളജിസ്റ്റ്, അതുപോലെ സ്പിരിച്വൽ ലീഡേഴ്സിലൊക്കെയാണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണാൻ പ്രകൃതിയും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അതിനെ തിരിച്ചറിയാനും തരംതിരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആൾക്കാരാണ് ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗണത്തിൽ പെടുക. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചും പ്രകൃതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ മറ്റു പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ശേഷി ഉണ്ടാവും. ഇത്തരം ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക ബയോളജിസ്റ്റ്, ഫാർമേഴ്സ്, ഹണ്ടേഴ്സ്, ബൊട്ടാണിസ്റ്റ് അങ്ങനെ തുടങ്ങിയ ആൾക്കാരിലാണ് ഈ ഒരു ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുക. ഏറ്റവും അവസാനം പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. ഈ ഒരു ഇൻ്റലിജൻസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള ശേഷിയുള്ള ആൾക്കാരെയാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസിൽ ഗാർണർ ഉൾപ്പെടുത്തിയത്. ഇത്തരം ഇൻ്റലിജൻസ് കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ മീനിങ് എന്താണ്, അവരുടെ ജീവിതത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. ഈ ഒരു ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക തിയോളജിയൻസ്, അതുപോലെ ഫിലോസഫേഴ്സ് തുടങ്ങിയ ആൾക്കാരിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഗാർണർ മുന്നോട്ട് വെച്ചത്.